ഞങ്ങൾ തൃശ്ശൂർക്ക് ഗേൾസ് ട്രിപ്പ് നമ്മൾ പോകാണ് മനുഷ്യന്റെ വീട്ടിലേക്ക് പോകുകയാണ്. പേടിപ്പിച്ചു ഗൈസ്. ഞങ്ങളത് സ്നേഹതീരം ബീച്ചിലാണ് വന്നിരിക്കണം. പക്ഷെ വന്നിട്ട് സ്നേഹതീരം ബീച്ച് പോലെയല്ല, ലുലു മാൾ പോലെയാണ്. മറച്ചു ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എന്റെ യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? ഭയങ്കര ബിസി ആയി പോയിട്ടോ. ബിസിനസ് തുടങ്ങിയ പിന്നെ എനിക്ക് ഒന്നിനും സമയം കിട്ടാത്തൊരവസ്ഥയെ. പക്ഷെ എനിക്ക് ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റാത്തൊരു വീഡിയോ ആണ് കേട്ടോ ഇന്ന് ഞാൻ എഡിറ്റ് ചെയ്തിട്ടിടുന്നത്. 2 ദിവസത്തെ ആയിട്ടുള്ളൊരു വ്ളോഗാണ് കേട്ടോ. ഞങ്ങൾ അബ്ജാൻ്റെ ഫ്രണ്ട്സും ഫാമിലി ആയിട്ട് കൂടി കഴിഞ്ഞാൽ അടിപൊളിയാണ്. അപ്പം അങ്ങനെ ഞങ്ങൾ കൂടിയ 2 ദിവസം സ്കൂൾ റീ ഓപ്പണിങ്ങിന് മുന്നെടുത്തുള്ള വീഡിയോ ആണ് കേട്ടോ അപ്ലോഡ് ചെയ്യാൻ. ഇപ്പോഴത്തെ ഓഗസ്റ്റ് മാസത്തിലോട്ട് എത്തേണ്ടി വന്നു. ഇതും ഞാൻ ഇനി അപ്ലോഡ് ചെയ്തില്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന ഭയങ്കര ഒരു വലിയ നഷ്ടമായിരിക്കും കേട്ടോ. കാരണം അത്രയും ഹാപ്പിനെസ് ഉള്ളൊരു വീഡിയോ ആണിത്. അപ്പം ഞങ്ങൾ ഇപ്പം 2 ഫാമിലി, അമ്മു ചേച്ചിയും സൈത്താടനും വന്നിട്ടുണ്ടായിരുന്നു ചാലക്കുടിയിൽ നിന്ന്. ഞങ്ങൾ 2 പേരും കൂടിയായിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ സാധ്യയിലേക്ക് ഇതുവരെയായിട്ട് അമ്മു ചേച്ചിക്കൊന്നും വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ കയറിയിട്ടാണ് അമ്മു ചേച്ചി ഞാനിട്ട സെയിം ഡ്രസ്സ് ഇഷ്ടപ്പെട്ടിട്ട് പർച്ചേസ് ചെയ്തു. സന്തോഷമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അത്രയും വേണ്ടപ്പെട്ടവർ നമ്മുടെ ഷോപ്പിൽ വന്നിട്ട് ഇഷ്ടപ്പെട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ അങ്ങനെ നമ്മുടെ ഇതാണ് നമ്മുടെ സാധ്യയാണ്. ഞാൻ ഇതുവരെയായിട്ട് യൂട്യൂബ് ഫാമിലിയിൽ നമ്മുടെ ഷോപ്പിൻ്റെ ഒരു വീഡിയോ ഒന്നും തന്നെ ഞാൻ ചെയ്തിട്ടില്ല. എനിക്ക് ഇതൊക്കെ ഞാനൊന്ന് റെഗുലർ ആയി കഴിഞ്ഞാൽ നമുക്ക് ഡേ ഇൻ മൈ ലൈഫും കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ. ഇപ്പം ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞാൽ കുറേ കാര്യങ്ങൾ ഇപ്പം എൻ്റെ ലൈഫിൽ നടക്കുന്നുണ്ട്. കാരണം ഓരോ ദിവസവും എങ്ങനെയാ പോകുന്നതെന്ന് എനിക്ക് അറിയുന്നില്ല. കാരണം അത്യാവശ്യം കാര്യങ്ങൾ ഇപ്പം എൻഗേജ്ഡ് ആയതുകൊണ്ട് തന്നെ കുറേയൊക്കെ വിശേഷങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയാനുണ്ട് കേട്ടോ. ഞങ്ങൾ തൃശ്ശൂർക്ക് ഗേൾസ് മനുഷ്യയുടെ പ്രത്യേക പറഞ്ഞൊന്ന് വ്ളോഗ് ചെയ്യാൻ. പറയണം എല്ലാം ഒരു മെമ്മറി ആണെന്നാ പറഞ്ഞ മനുഷ്യയുടെ. ഞാൻ കൊറേ വ്ളോഗ് ഉണ്ട്, കൊറേ എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടാത്തോണ്ട് അപ്പൊ ഞങ്ങൾ പോവാണ്. ഞങ്ങൾ ഷോപ്പിൽ പോയി ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്തു. അതെ അവരവിടെ വണ്ടി ഒതുക്കിയാൽ ഇവിടെ പെട്രോൾ മഞ്ചേടൻ പറഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ഫുള്ള് എടുത്തത്. പക്ഷെ അതിൽ വലിയൊരു കാര്യം ഒളിഞ്ഞെടുക്കുന്നുണ്ട് ഗൈസ്. ഞാനിപ്പോൾ ഈ കുറേ ദിവസങ്ങൾക്ക് ശേഷം, ശരിക്കും പറഞ്ഞാൽ മാസങ്ങൾക്ക് ശേഷം ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോണ്ടല്ലോ, എൻ്റെ മുഖത്ത് ഞാൻ തന്നെ ഇരുന്ന് ചിരിക്കുക. എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് ആ മൊമെൻറ്റ്സ് ഒക്കെ. ഭയങ്കര സന്തോഷം നിറഞ്ഞ മൊമെൻറ്റ്സ് ആയിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ എത്തുമ്പോഴേക്കും അവരുടെ ഇതൊക്കെ മേക്കപ്പൊക്കെ കഴിഞ്ഞ് വന്ന് ഫോട്ടോഷൂട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പ്രോഗ്രാം പള്ളിയിലത്തെ ചടങ്ങുകളൊക്കെ കാലത്തെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ആയിട്ടുള്ളൊരു പ്രോഗ്രാം ആയിരുന്നു കേട്ടോ. സാറുകുട്ടി നല്ല സുന്ദരി കുട്ടിയെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഔട്ട്ഫിറ്റ് ആയിരുന്നു. പിന്നെ അല്ലെങ്കിലും ഇങ്ങനത്തെ മാലാഖ കുട്ടികളെ പോലെ ഇങ്ങനെ ഡ്രസ്സൊക്കെ ചെയ്ത് കാണാൻ നല്ല രസമല്ലേ അല്ലേ. പിന്നെ ഇതാണ് നമ്മുടെ ഫുൾ ഗ്യാങ്. ശംഖു, പൊന്നു, സാറക്കുട്ടി, മന്നക്കുട്ടി, ആമി, ആദി, അങ്ങനെ അവരെല്ലാവരും കൂടിയിട്ട് ഒരു ഫോട്ടോഷൂട്ടൊക്കെ ചെയ്തു. ഇങ്ങനെ ബൊക്കെയൊക്കെ പിടിച്ച് പിള്ളേർ നടന്ന് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. ഈ ഒരു സമയത്ത് വന്നതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റും. ഞാൻ അന്ന് വേറെ ചെയ്തിട്ടുണ്ടായിരുന്നത് സാദിയിൽ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മഴക്കോട്ടൻ്റെ ഒരു ഔട്ട്ഫിറ്റ് ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിന് അത് ഭയങ്കര ആപ്റ്റായിട്ട് തോന്നി. അപ്പോൾ ഞാൻ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും ഇതൊക്കെ എടുത്തു. കാരണം നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ നമ്മൾ തന്നെയാണല്ലോ മോഡൽസ് ആവേണ്ടത്. അങ്ങനെ പിന്നെ അങ്ങനത്തെ കാര്യങ്ങളും കുറച്ച് അവിടെ നിന്ന് നടന്നായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ ഓഡിറ്റോറിയത്തിനുള്ളിൽ കയറി. പിന്നെ ഒരു മഴയുള്ളൊരു ദിവസമായിരുന്നു അന്ന്. ചെറുതായിട്ടൊരു മഴയും മഴച്ചാറലും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരുന്നു കേട്ടോ അവർ ഇൻഡോർ പ്ലാൻ ചെയ്തത്. As we welcome our first communion, Sarah Linson, onto the stage. She is accompanied by her parents, Mr. Linson and Mrs. Malfi Linson, her dear sister Maina, and her loving grandparents, Mr. and Mrs. Thomas Varapalli, onto the stage. Let us shower them with our love and blessings as they take the stage. As we celebrate this spiritual journey, we pause for a moment of reflection. While we rejoice with those who are present here, we also feel the spiritual presence of Sarah's late grandparents,
late Mr. Chaco Avakaran and late Mrs. Selina Chaco. Though they are now no longer with us today right now, we know their love and prayers continue to shine upon. അങ്ങനെ ഒഫീഷ്യലായിട്ടുള്ള ചടങ്ങുകളിലോട്ട് കടന്നു കേട്ടോ. മെഴുകുതിരി കത്തിച്ചു. പിന്നെ അത് മമ്മീനെ ശരിക്കും അവിടെ മിസ് ചെയ്തായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ കേക്ക് കട്ട് ചെയ്തു. അങ്ങനത്തെ ആ ചടങ്ങുകളൊക്കെ കഴിഞ്ഞു. പിന്നെ എനിക്ക് എന്തായാലും അറിയാമായിരുന്നു മെൽഫി ചേച്ചിയും പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഗെയിംസ് എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഗെയിംസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ സാറക്കുട്ടിക്ക് കുറേ ഗിഫ്റ്റൊക്കെ കൊടുത്തു. നൈബർ ആൻറ്റിയും അങ്കിളും ആണ് കേട്ടോ. സാറേനെ ഭയങ്കര ഇഷ്ടമാണ്. ചെറുപ്പം മുതലേ സാറക്കുട്ടി അവിടെ ക്വാറന്റൈൻ്റെ ടൈമിലുണ്ടല്ലോ, നമ്മുടെ ലോക്ക്ഡൗൺ ടൈമിലൊക്കെ അവർ ഭയങ്കര അറ്റാച്ച്ഡ് ആണെന്നുള്ള സാറക്കുട്ടീനെ പറ്റിയിട്ടുള്ള സ്റ്റോറീസൊക്കെയാണ് കേട്ടോ പറയുന്നത്. അതിൻ്റെ വീഡിയോസൊക്കെ ഫുള്ള് ഇടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് കേട്ടോ. പക്ഷേ കോപ്പിറൈറ്റ് വരുന്നുള്ള പേടിയോടാണ് കേട്ടോ ഞാൻ ഫുള്ള് ഇൻക്ലൂഡ് ചെയ്യാത്ത. അങ്ങനെ പിന്നെ ഗെയിം തുടങ്ങി. ഫസ്റ്റ് ഗെയിമിൽ അഭിഷേട്ടനാണ് കേട്ടോ സമ്മാനം വാങ്ങിച്ച് തുടക്കം കുറിച്ചത്. പിന്നെ എനിക്കും ആമിക്കും ഒക്കെ സമ്മാനം കിട്ടിയായിരുന്നു. നല്ല രസമായിരുന്നു. നല്ല എൻ്റർടൈനിങ് ആയിരുന്നു പ്രോഗ്രാം. ബോറടിച്ചതേ ഇല്ല. നല്ല രസമായിട്ട് പ്രോഗ്രാം അറേഞ്ച് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ സാറക്കുട്ടി വന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് സാറക്കുട്ടി ഡിസൈഡ് ചെയ്യുന്ന ഒരു ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇതിൻ്റെയും ചെറിയൊരു പോർഷൻ മാത്രമേ എനിക്ക് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. ചോദിക്കുന്നവർക്ക് മൈക്ക് കൊടുക്കുകയായിരിക്കും കുറച്ചും കൂടി സേഫ് അല്ലേ? ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ആരാണ് ആദ്യം ചോദിച്ചിരിക്കുന്നത്? ഒരു വ്യക്തിയാണോ? ബാക്കി എല്ലാവരും ഫാമിലി മെമ്പേഴ്സിനെ കണ്ടതിൻ്റെ സന്തോഷത്തിൽ വർത്താനം പറഞ്ഞിരുന്നപ്പോൾ ഞങ്ങൾ ഫുള്ളും ഗെയിമിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നു കേട്ടോ. അങ്ങനെ ദേ പൊന്നോനും അമ്മു ചേച്ചിക്കും എല്ലാവർക്കും സമ്മാനം കിട്ടിയായിരുന്നു. അവിടെയുള്ള ഭൂരിഭാഗം ഗിഫ്റ്റുകളും ഞങ്ങളാണ് കേട്ടോ കൈക്കലാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് കേട്ടോ മെഴുകുതിരിയൊക്കെ കൈ പിടിച്ചിട്ടുള്ളത്. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനിരുന്നു. നല്ല ഫുഡായിരുന്നു. എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. ഒന്നും കൂടി പറഞ്ഞ വ്ളോഗിന്റെ തുടക്കം പറ അമ്മ. അമ്മ കാവ്യാത്മകമായി വ്ളോഗിന്റെ തുടക്കം പറ. അല്ല കറക്റ്റ് ഒറിജിനൽ ഒരു പാട്ട് എടുത്തോട്ടെ, ഒരു പാട്ട്. പ്രോഗ്രാം കഴിഞ്ഞ് പോവാണ് ഗൈസ്. കുറെ നാളുകൾക്ക് ശേഷം സൈത്താട്ടനും അമ്മു ചേച്ചിനും പിള്ളേരൊക്കെ കണ്ടു. Bye guys. Bye guys. രണ്ട് വാക്ക് കറിയരുത്. ഞങ്ങളുടെ ഓരോ കൂടിക്കാഴ്ചയുടെയും അവസാനത്തെ പ്ലാനിങ് ഇനി എന്നാണ് അടുത്ത പ്രോഗ്രാം എന്നുള്ളതാണ് കേട്ടോ. സാധാരണ പ്ലാൻ ചെയ്ത ഒന്നും തന്നെ നടക്കാറില്ല. പക്ഷെ ഇത്തവണ ആ കാര്യം നടന്നായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഈ 2 വ്ളോഗും കൂടെ ഒരുമിച്ച് ഞാൻ പ്ലാൻ ചെയ്തത് കേട്ടോ. ഗൈസ് ഇതാണ് താങ്ക്സ് റിട്ടേൺ ഗിഫ്റ്റ് അല്ലേ. ഗൈസ് നമ്മൾ ഗെയിം കളിച്ചിട്ട് നമുക്ക് കൊറേ മെഴുകുതിരി ഞങ്ങൾക്ക് കൊറേ മെഴുകുതിരി കിട്ടി. അവിടുത്തെ എല്ലാ മെഴുകുതിരിയും നമ്മളാണ് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. കളിച്ച് നേടിയതാണ് ഞങ്ങളെല്ലാരും ചിന്തിച്ച് വിവേകത്തോടെ ചിന്തിച്ച് നേടിയ കൊറേ മെഴുകുതിരികൾ. കൂടി 6 ക്വസ്റ്റ്യൻസ് 7 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരുന്നത്. അതിൽ 5 മെഴുകുതിരികളും നമുക്കാണ് കിട്ടിയിട്ടുള്ളത്. ഇത് പലരും പറഞ്ഞ അച്ഛനായിരുന്നു ആദ്യത്തെ വിജയി.
പിന്നത്തെ വിജയ് ഞാനും അമ്മയും ഒരുമിച്ചായിരുന്നു. പിന്നത്തെ വിജയ് ഞാനായിരുന്നു. അങ്ങനെ ഞങ്ങൾ അന്ന് പ്ലാൻ ചെയ്ത പോലെ തന്നെ നെക്സ്റ്റ് വീക്കിൽ കണ്ടുമുട്ടിയായിരുന്നു കേട്ടോ. അതും ഇതുപോലെ തന്നെ ഞങ്ങൾ സെപ്പറേറ്റഡ് ആയിട്ടാണ് കാറിൽ പോയത്. പോകാണ് നമ്മൾ, പോകാണ് മനുഷ്യന്റെ വീട്ടിലേക്ക് പോകാണ്. പാട്ടില് കോൺസെൻട്രേറ്റ് ചെയ്തപ്പോ വഴിയൊക്കെ കഴിഞ്ഞു പോയി. അയ്യോ പ്രാവശ്യം പറ 1 2 3 സ്റ്റാർട്ട്. പോകാണ് നമ്മൾ, പോകാണ് വണ്ടി തിരിച്ചിട്ട് പോകാണ് മനുഷ്യന്റെ വീട്ടിലേക്ക് പോകാണ്. ഇന്നലത്തെ ഫുഡ് കഴിക്കാൻ പോകാണ്. ഞാൻ എന്റെ ഷിന്നുണ്ട്, പൊന്നുണ്ട്, പിന്നെ ഐസ്ക്രീം പൊതിയുമായി ആമിയുണ്ട്. അപ്പുറത്തെ കാറില് അഭിചേട്ടനും മറ്റ് വാനര സംഘങ്ങളും നമ്മൾ പോകാണ്. ഗൈസ്, ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്ത് വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്ന ഒരാളാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. ഇൻട്രോ പറഞ്ഞിട്ടില്ല അതിന്റെ ഇടയിൽ വെച്ചിട്ട്. അയ്യോ ഇൻട്രോ ജസ്റ്റ് ഞങ്ങൾ ഇൻട്രോ പറഞ്ഞിട്ട് വരാട്ടെ ഗൈസ്. എന്റെ ഒരു ഇതിലുള്ളത് ഈ വ്ളോഗിന്റെ ഈ ഒരു ഇതൊന്നും ഡിലീറ്റ് ആയി പോകട്ടെ. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് ഒരു അബദ്ധം പറ്റിയായിരുന്നു ഗൈസ്. ഇത്തവണ ഡിലീറ്റ് ആയി പോയ ഷിംന ചത്തു. ഞങ്ങള് അമ്മ ചേച്ചി പറഞ്ഞ പാട്ടിലൂടെ ഞങ്ങള് സന്ദേശം അറിയിച്ച പോലെ നഗരവീഥികളിലെ രോമാഞ്ചമണിയിച്ചുകൊണ്ട് ഞങ്ങൾ പോവുകയാണ്. കഞ്ചുകമായ മനുഷ്യനെ കാണാനായിട്ട് ഇന്നലത്തെ ഇത് കണ്ടൊരു കാളത്തോട്ടിലെ ആസ്ഥാന സുന്ദരിയായ ഷിംനയും മകളാണ്. സുന്ദരിയായ അപ്സര ഗാർഡൻ വഴിയിലൊരു ചേട്ടൻ അടിക്കുന്നുണ്ട്. അപ്സര ഗാർഡൻ ഓളം മതി മതി. അല്ല ഇവിടെയല്ല അവിടെ നമ്മൾ മനുഷ്യന്റെ വീട്ടിലെത്തി തീർന്നിരിക്കുന്നു. കുറേ ദിവസമായിട്ട് ഇങ്ങനെ ഒരു യാത്ര എല്ലാവരും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നതുകൊണ്ട് തന്നെ പിള്ളേർ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. പൊന്നൂസായിരുന്നു കുറച്ച് നേരം എൻ്റെ ഫോൺ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്ന വീഡിയോസൊക്കെ എടുത്ത് തന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും എല്ലാവരും വന്നു കഴിഞ്ഞാൽ മുകളിൽ കയറും കേട്ടോ. ഒരു ഹോം തിയേറ്റർ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് മനുഷ്യേട്ടൻ അവിടെ. നല്ല രസമാണ് കേട്ടോ അവിടെ പോയിരുന്നത് കാണാൻ. ഞാൻ മുന്നത്തെ ഷോർട്സിലൊക്കെ അവിടുത്തെ ഒരു പാർട്ടൊക്കെ കാണിച്ചിട്ടുണ്ട് മുന്നേ. ഇടിക്ക അവിടെ ചോറും കറിയും ഞാൻ നൽകാം. ഇത് പാടില്ലെന്നാലും അയ്യോ പ്രാവേ പോകരുതേ. അയ്യോ അങ്ങനെ മെൽഫി ചേച്ചി എല്ലാവർക്കും ചായയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ചായ, ജ്യൂസ് വേണ്ടവർക്ക് ജ്യൂസ്. പിന്നെ അന്ന് സുഡുവിന് ചെറിയ വയ്യാണ്ടിരിക്കാനോ കേട്ടോ. അവിടുത്തെ പെറ്റ് ഡോഗാണ് സുഡു. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം. എനിക്ക് ഭയങ്കര പേടിയാണ് ഗൈസ്. എനിക്ക് അവന് ഉപദ്രവിച്ചിട്ടല്ല കേട്ടോ സുഡു. പക്ഷെ എനിക്കെന്തോ എനിക്ക് അങ്ങനെ മൃഗങ്ങളെ ഭയങ്കര പേടിയാണ്. അപ്പോൾ അവരവിടെ സൈഡിൽ നിന്ന് വർത്താനം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും കിച്ചണിൽ വർത്താനം പറഞ്ഞ് ബഹളമായിരുന്നു കേട്ടോ അവിടെ. അത് കഴിഞ്ഞ് പിന്നെ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് അവിടെ ഒരു പാമ്പിൻ്റെ ഉറ കിടക്കുന്നുണ്ടായിരുന്നു. പിന്നത്തെ മൊത്തം എല്ലാവരുടെയും ശ്രദ്ധ അതിമേൽക്കായിരുന്നു കേട്ടോ. തന്നെ പേടിപ്പിച്ചു ഗൈസ്. അച്ഛനടിച്ചോ തടക്കിണ്ടായിരുന്നു. ഞാൻ മമ്മിയുടെ ബെഞ്ചായിരുന്നു. മമ്മിക്ക് ടൈമിലിരിക്കാൻ ഇവിടേക്ക് ലീവ് അമ്മാനുണ്ടായിരുന്നു. അമ്മൂനോട് പറയണ്ടെന്ന് പറഞ്ഞു.
അല്ല അതെ ഞാൻ പറഞ്ഞേ മെൽഫീൻ്റെ അടുത്ത് കളയണ്ട, ഫുഡ് കളയണ്ട, എന്താ അമ്മ സൈറ്റ് വരുന്നുണ്ടെന്ന്. എവിടെ ആ എന്താ ഇന്നോട് സാധനം അല്ല ഇത് അങ്ങനെ കയറാൻ പറ്റില്ല, ഇവിടെ വരെ കയറിയത് അവസാനിപ്പിച്ചു. ഇതിന്ന് ഇനി മനസ്സിലാക്കേണ്ടതേ ഈ ഉയരത്തിലുള്ള ജല്ലകളിലൂടെ കയറുന്നു ശ്രദ്ധിക്കണത് നമ്മള്. ഇതിപ്പോ ജല്ലത്തിലുള്ള അതിന്റെ ഉയരം കണ്ട എന്താ പറ്റിയാ സുഡുവാ, എന്താ പറ്റിയാ പറയ്, എന്താ പറ്റിയാ? എല്ലാ പാട്ടിനും 4 വരി മാത്രമേ നിങ്ങൾ പാടുള്ളൂ. അത്ര ഇഷ്ടമാണ്. മുക്കാല അത് സ്പെഷ്യൽ ഐറ്റം. അത് നിങ്ങൾ രണ്ടുപേരും കളിച്ച പാട്ടേതാ? തെമ്മാടിക്കാൻ. അയ്യോ എനിക്ക് വീഡിയോ അത് സിഗ്നൽ ലോഡിയൊന്നുമില്ല. കരോക്കെ പ്രശ്നമില്ല. നമ്മൾ ബീച്ചിൽ കുളിക്കാൻ പോകുന്നു ഗായ്സ്. അമ്മോന്റെ ബീച്ചിലെത്തി കാണാം ഗായ്സ്. ഭയങ്കര തിരക്കാണ്. ചെറുതായിട്ടൊന്നും മൂടിപ്പോയി കഴിക്കും. കുറച്ച് ആൾക്കാര് ഞങ്ങളുടെ സ്നേഹതീരം ബീച്ച് ഇങ്ങനെയല്ല, ജസ്റ്റ് തമിഴ്നാടിനാണ്. ഭയങ്കര തിരക്കാണ്, ഭയങ്കര തിരക്കാണ്. 1000കണക്കിന് ആൾക്കാർ. ആ പൊട്ടും പൊടിയൊക്കെ തമിഴ്നാട്ടുകാരാണ്. ഇതിൽ ഞങ്ങളെങ്ങനെ ഇറങ്ങി ഞങ്ങളുടെ സ്നേഹതീരം ബീച്ച് ഇങ്ങനെയല്ല ഗൈസ്. മേഘാവൃതമായ ആകാശത്തിന് കീഴിലുള്ള സാഗരത്തെ സാക്ഷി നിർത്തിക്കൊണ്ടുള്ള ഷിന്നയുടെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളത് സ്നേഹതീരം ബീച്ചിലാണ് വന്നിരിക്കുന്നത്. പക്ഷെ വന്നിട്ട് സ്നേഹതീരം ബീച്ച് പോലെയല്ല, ലുലുമാൾ പോലെയാണ്. നിറച്ചു ആൾക്കാരുണ്ട്. ഞങ്ങളുടെ കൂടെയുള്ള ടീംസ് അവിടെ പോയി അർമാദിക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് അർമാദിക്കാനുള്ള സ്പേസ് കിട്ടിയിട്ടില്ല. ഞങ്ങൾ ഇത്തിരി സ്പേഷ്യസ് ആയിട്ടുള്ള സ്നേഹതീരാണ് എക്സ്പെക്ട് ചെയ്തത്. പക്ഷേ ഞങ്ങൾ ഇറങ്ങും. ഇവിടെ പതുക്കെ ഇറങ്ങും. ഒരു ലെവലിൽ നനയും, പിന്നെ നെക്സ്റ്റ് ലെവലിലേക്ക് ഭൂമിനെ മൊത്തം കുടിച്ചിട്ട് 6 മണി ആയിട്ടുണ്ട്. ഞങ്ങൾ ഇറങ്ങാൻ തീരുമാനിക്കുമ്പോഴേക്കും മിക്കവാറും രാത്രിയാവും. പോണ്ടേ നമുക്ക്? ഇതാ നിൽക്കുന്നവര് ഒരു SBI ചങ്കു നമ്മുടെ കുറവുണ്ട് അവിടെ. ഗൈസ് ഞങ്ങള് നനഞ്ഞു കുളിച്ചു, വേറെ പൈപ്പ് വെള്ളത്തിൽ കുളിച്ചു. ഇനി ബോട്ടിൽ മിനറൽ വാട്ടർ മേടിച്ചിട്ട് അതിൽ കുളിക്കണം. തല നനയ്ക്കരുതെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നേ, പക്ഷെ തല മൊത്തം നനഞ്ഞു കഴിഞ്ഞു.
ഞാൻ ബാസന്തിയായി. എന്റെ കണ്ണൊക്കെ പറന്നു. വെള്ളത്തിലിറങ്ങിയപ്പോ വസന്തി കണ്ണിലത്തെ ഐലൈനർ എഴുതിയതൊക്കെ പരന്ന്. വാട്ടർ പ്രൂഫ് അല്ല ഗൈസ്, വാട്ടർ പ്രൂഫ് പറഞ്ഞിട്ട് എനിക്ക് ഐലൈനർ തന്നത് അവര്. കൺസ്യൂമർ കോർട്ടില് അങ്ങനെ കടലിലെ കുളി കഴിഞ്ഞ് പിന്നെ അവിടെ വാഷ്റൂമിൻ്റെ അവിടെ തന്നെ പൈപ്പിൽ നമുക്ക് വെള്ളം അടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു കുളി കഴിഞ്ഞ് വീണ്ടും ഒരു മിനറൽ വാട്ടർ ബോട്ടിൽ മേടിച്ച് അതിനും ഒരു കുളി കഴിഞ്ഞിട്ടാണ് കേട്ടോ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ മുഖത്തെ മൊത്തം പോയി, ഒരു ലിപ്സ്റ്റിക്ക് മാത്രം ഇട്ടിട്ടാണ് കേട്ടോ പിന്നെ വന്നിരുന്നത്. കാരണം പിന്നെ വേറെ വഴിയില്ലല്ലോ. ഞങ്ങൾ കാറിൽ വെച്ച് തന്നെയാണ് ബാക്കിയൊക്കെ ചെയ്തിട്ടോ. നമുക്ക് ആ വാഷ്റൂമിലേക്ക് കയറാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടും. ഞങ്ങൾ കാറിൻ്റെ 4 സൈഡും മറക്കലൊക്കെ ചെയ്തിട്ടാട്ടോ ഞങ്ങൾക്ക് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് അങ്ങനെ ഞങ്ങൾ തോംസൺ കാസയിൽ പോയിട്ട് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ പിരിയാറായിട്ടോ. അങ്ങനെ അത്രയും എൻജോയ്മെൻ്റ് ആയിട്ടുള്ള ഒരു ദിവസം ഇങ്ങനെ പിരിയാന്ന് പറയാൻ ഭയങ്കര വിഷമമാണ് കേട്ടോ. എല്ലാവരും ഇപ്പോൾ ജോലിയിൽ ബിസി ആയതുകൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞങ്ങളുടെ ട്രിപ്പുകളെല്ലാം തന്നെ കുറവാണ്. അമ്മുചേച്ചി ബാങ്കിലായതുകൊണ്ട് അമ്മുചേച്ചിനെ കിട്ടലും കുറവാണ്. എല്ലാം കൊണ്ടും എല്ലാവരും ഭയങ്കര ബിസിയായി. ശരിക്കും പറഞ്ഞാൽ ഇവരായിട്ടുള്ളൊരു ട്രിപ്പ് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ശരിക്കും ഒരു 1 ഡേ ട്രിപ്പല്ലേ. ഞങ്ങൾ രാത്രി സ്റ്റേ എടുക്കുമ്പോൾ ഞങ്ങൾ ഡാൻസൊക്കെ കളിച്ച് ഞങ്ങൾ പൊളിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിച്ചു ഗൈസ്. ഇന്നത്തെ 1 മിനിറ്റ് ഗൈസ്. അപ്പം ഞങ്ങൾ ഇന്ന് വീടെത്തി. ഞങ്ങൾ ഇന്നത്തെ കറക്കൊക്കെ കഴിഞ്ഞു. ഞങ്ങളുടെ സാദിയുടെ ഔട്ട്ഫിറ്റാണ് കേട്ടോ. ഞാൻ കുറേ പേര് സാദിയുടെ പേരിൽ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പറയുന്നുണ്ട്. പക്ഷെ എനിക്കെല്ലാം കൂടെ അപ്ലോഡ് ചെയ്യാനുള്ളൊരു സമയം കിട്ടുമെന്നുള്ളൊരു പ്രശ്നമാണ്. ഞാൻ തുടങ്ങുമ്പോൾ അതിൽ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് ഞാൻ 2 ദിവസത്തെ വ്ളോഗ് ഒരുമിച്ചായിട്ടാണ് ഞാൻ എഡിറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. കാരണം മഞ്ചേട്ടനും അവരൊക്കെ കൂടിയത് സാറക്കുട്ടിയുടെ ഹോളി കമ്മ്യൂണിയനും ഇതിനാണ്. അപ്പോൾ 2 ദിവസത്തെ വ്ളോഗ് ഞാൻ ഒറ്റ വ്ളോഗായിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ ബൈ.